നമസ്കാരം. ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് അതെങ്ങനെ കാലത്തെ അതിജീവിക്കുന്നു എന്ന് കണക്കാക്കിയാണ്. ഇനി കാലത്തെ അതിജീവിച്ചില്ലെങ്കിൽ പോലും പലപ്പോഴും അത് ഒരു അതിശയോക്തി കലർന്ന വാക്കാണ്. മനുഷ്യൻ്റെ ഭാവനയ്ക്ക് അതിരുകളില്ല എന്ന് തെളിയിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ അതിജീവിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒന്നോ രണ്ടോ തലമുറ മാറ്റങ്ങളെങ്കിലും അതിജീവിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ കേരള വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ നേരിട്ടെത്തുന്നത്. DPPയും ഓൾ പ്രൊമോഷനും എല്ലാം ചേർന്ന് സൃഷ്ടിച്ച പ്രതിസന്ധി എന്തൊക്കെയാണെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. പല കാരണങ്ങൾ സമ്മേളിച്ചുണ്ടായതാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള വ്യവസായവൽക്കരണവും ശാസ്ത്രാവബോധം തീരെയില്ലാത്ത ഒരു ജനസമൂഹമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നത്. കാരണം ഒരു വിദ്യാഭ്യാസ സംവിധാനം മാറി വരുന്നത് സാങ്കേതിക വിദ്യയുമായി ചേർന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് ഒരു വിദ്യാഭ്യാസ സംവിധാനം മാറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അനിവാര്യമായ ഒരു മാറ്റം തന്നെയാണ്. പാരലൽ കോളേജുകളും ട്യൂട്ടോറിയൽ കോളേജുകൾക്കും പകരമായി ട്യൂഷൻ സെൻ്ററുകൾ വരുന്നു. ആ ട്യൂഷൻ സെൻ്ററുകളിൽ തന്നെ എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട അത് ഒരു വലിയ മത്സരാധിഷ്ഠിത വിപണിയാവുന്നു. ആ വിപണി മാറി അത് ബാങ്ക് കോച്ചിങ് സെൻ്ററുകളിലേക്ക് മാറുന്നു. ഇപ്പോൾ അത് യൂട്യൂബ് ചാനലുകളിലേക്ക് മാറുന്നു. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. അപ്പോൾ 3-4 പതിറ്റാണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം അത് വലിയൊരു സാങ്കേതിക വിദ്യയുടെ മാറ്റമായി മാറുന്നു. ഒരു പൊതു ഇടം അല്ലാതായി മാറുന്നു. പൊതു ഇടം തന്നെ ആകുമ്പോഴും നേരിട്ട് ആളുകൾ തമ്മിൽ ഇടപെടുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം അല്ലാതെയാകുന്നു. എങ്കിൽ പോലും അതൊരു വലിയ തൊഴിൽ മേഖലയായി മാറുന്നു. അത് മറ്റു ചില തൊഴിൽ മേഖലകൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്? വലിയ വിശ്വാസ്യത ചോർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ കുടിയേറ്റം ഉണ്ടാകുന്നു. ആ കുടിയേറ്റം തന്നെ വലിയൊരു വെല്ലുവിളി നേരിടുന്നു. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക തലങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ടാക്കിയ ഗുണപരമല്ലാത്ത മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയുടെ വരവിനോട് ചേർന്ന് പോകുന്ന രീതിയിലൊരു ശാസ്ത്രാവബോധം മലയാളിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. ആ ശാസ്ത്രാവബോധം ഇല്ലാതെ ആവുന്നതിന് പിന്നിൽ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ തകർച്ച തന്നെയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവകരമായ കാര്യം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. രാജ്യത്ത് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനലുകളെ ഒരു വിപണിയായി കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയായി കാണുക എന്നുള്ളതാണ്. പല കോളേജുകളും ട്യൂട്ടോറിയൽ കോളേജുകളും ചേർന്ന് സൃഷ്ടിച്ച ഒരു വലിയ വിപണി ഉണ്ടായിരുന്നു. പലപ്പോഴും പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സമാന്തരമായി പോകുമ്പോൾ പോലും അത് വിദ്യാഭ്യാസ നിലവാരവും സമാന്തരമായൊരു തൊഴിൽ മേഖലയും സൃഷ്ടിച്ചു. വലിയ നിലവാര തകർച്ച ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടേക്കാണ് യൂട്യൂബ് ചാനലുകൾ വരുന്നത്. വലിയൊരോളം അത് പാരലൽ കോളേജുകൾക്കും ട്യൂട്ടോറിയൽ കോളേജുകൾക്കും ശേഷം വന്ന എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിനുശേഷം വന്ന ബാങ്ക് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട വലിയൊരു വിപണിയെ, അല്ലെങ്കിൽ വലിയൊരു വിദ്യാഭ്യാസത്തെ വലിയൊരു വ്യവസായമായി കാണുന്ന, കേരളത്തിന് പുറത്തുള്ള സംവിധാനങ്ങളോട് ചേർന്ന് പോകുന്ന ആ ഒരു വ്യവസ്ഥിതിയെ വലിയൊരു വെല്ലുവിളിച്ചുകൊണ്ടാണ് യൂട്യൂബ് ചാനലുകൾ വന്നത്. എന്നാൽ അത് ഇന്ന് വലിയൊരു വ്യവസായമായി മാറുന്നു. അത് അധികാരത്തോട് ചേർന്ന് പോകുന്ന ഒരു സംവിധാനമായി മാറുന്നു. നമ്മൾ മുമ്പ് പല വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ബൈജൂസിൻ്റെ അടക്കമുള്ള പരാജയം നമുക്ക് നൽകുന്ന പാഠവും സാധ്യതകളും. ശശി തരൂരിനെ പോലുള്ളവരുടെ സ്വാധീനവും പാണ്ഡിത്യവും ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരുടെ, അതിൽ നോബൽ സമ്മാന ജേതാക്കളൊക്കെ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ ഒരു ഓൺലൈൻ ചാനലോ അല്ലെങ്കിൽ സംവിധാനം തുടങ്ങേണ്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ
കേന്ദ്രത്തിൽ വരുന്ന ONOS ഒക്കെ ചേർന്ന് പോകുന്ന ഒരു സംവിധാനം. അത്തരം ചർച്ചകളിലേക്ക് നമ്മളെ വീണ്ടും എത്തിക്കുന്നതാണ് പുതിയ സംഭവ വികാസം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. കാരണം അക്കൗണ്ടബിലിറ്റി എല്ലാം കൊണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. സമൂഹത്തോട് കാണിക്കേണ്ട അല്ലെങ്കിൽ നിർവഹിക്കേണ്ട ചുമതലകളുടെ ഓർമ്മപ്പെടുത്തലാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമ്മൾ കടക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുകളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സംവിധാനം ഉണ്ടാവേണ്ടത് തന്നെയാണ്. കൃത്യമായി സർക്കാരിൻ്റെ ഇടപെടൽ നടത്താവുന്ന ഒരു മേഖലയാണ്. അതിലൂടെ സുതാര്യത വരുന്നു. സുരക്ഷാ ഭീഷണി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളത് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. മതതീവ്രവാദം മുതൽ സമാന്തര ആരോഗ്യ ശൃംഖല വരെ ഉള്ള ഒരു സാഹചര്യമാണ്. അത് വിദ്യാഭ്യാസ ചാനലുകളായി തുടങ്ങുന്ന ആ രീതികളെക്കുറിച്ചാണ്. അവിടെയും നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് കൃത്യമായൊരു സർക്കാരിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ ഒരു ഇടപെടലാണ്. 500 സബ്സ്ക്രൈബേഴ്സിലോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് 500 സബ്സ്ക്രൈബേഴ്സെങ്കിലും ഉള്ള ഒരു ചാനലിനെ ആ നിമിഷം മുതൽ പൂർണ്ണമായും അത് പൊതു സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിൽ വേണം. വിദ്യാഭ്യാസ, അതായത് ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായി അതിൻ്റെ ജോണർ വ്യക്തമാക്കേണ്ടതാണ്. നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റിൻ്റെ ജോണർ നിങ്ങൾ കൃത്യമായി ഇത് ഉദ്ദേശിച്ച് ഇതൊരു ട്രാവൽ വ്ലോഗാണ്, ഇതൊരു വിദ്യാഭ്യാസ ചാനലാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയതിന് ശേഷമാണ് ഒരു ചാനൽ പ്രവർത്തനം തുടങ്ങേണ്ടത്. അതിനുശേഷം 500 സബ്സ്ക്രൈബേഴ്സ് മുകളിലേക്ക് അത് കടക്കുകയാണെങ്കിൽ അതൊരു സംഖ്യ, അതിൽ കൂടുതലോ അതിൽ കുറവോ ആകാം. ആ സംഖ്യയിൽ മുകളിൽ വരുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ടീച്ചിങ്, വിദ്യാഭ്യാസം, അധ്യാപനം അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും അടക്കം ഉൾപ്പെടുന്ന ഒരു പാനൽ, ആ പാനലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ അങ്ങോട്ട് ഈ ചാനൽ. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയും കൃത്യമായ റേറ്റിംഗ് തരുന്ന ഒരു ചാനലായിരിക്കണം. ആ റേറ്റിംഗ് നൽകുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒരു സെൻസറിങ്ങിൻ്റെ അംശം ഉണ്ടാവുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതിൻ്റെ റേറ്റിംഗും, അത് യൂട്യൂബ് ചാനലുകളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഓൺലൈൻ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പോലും റേറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റേറ്റിംഗ് ആണ് എല്ലാ ആഴ്ചയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ചാനൽ, ഇംഗ്ലീഷ് ടീച്ചിങ് എന്ന് പറയുന്ന ആ ചാനൽ, അതിനിടയിൽ അവരുടെ ബിസിനസ്സൊക്കെയാണ് പറയുന്നതെങ്കിൽ, പുള്ളിയടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു ആൾ പറഞ്ഞത്, ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തി കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് ചെന്നു. 2 മണിക്കൂറുമുള്ള കരിയർ ഗൈഡൻസിൽ ആദ്യത്തെ 20 മിനിറ്റ് കരിയർ ഗൈഡൻസ് ശേഷം അടുത്ത 1 മണിക്കൂർ 40 മിനിറ്റ് ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രചാരണം മാത്രം നടന്നു. ഇത്തരം രീതികൾ നടക്കുന്നത് ഇതിൻ്റെ അപകടകരമായ വശമാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞ അൺലേൺമെൻറ്റ് അജ്മൽ പോലെയുള്ള ഭീകരവാദികൾ ഇത്തരം ഒരു ചാനൽ തുടങ്ങി ജനങ്ങളിലേക്ക് എത്തുന്ന വഴി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പോലീസ് സംവിധാനം ഏർപ്പെടുത്തേണ്ട സുരക്ഷ എന്നുള്ള ആംഗിളിലല്ല നമ്മളത്, ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളത് കാണേണ്ടത്. അതിൻ്റെ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളോ പോലീസ് സംവിധാനങ്ങളോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തും. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഒരു വിദ്യാഭ്യാസ ചാനൽ എന്ന് പറഞ്ഞ് ഒരു ചാനൽ തുടങ്ങുന്നു. 2000-ഓളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലുണ്ട്, 4000-ഓളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇടുന്ന, അല്ലെങ്കിൽ ഈ ചാനൽ അവർ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ നിലവാരത്തെക്കുറിച്ച് അത് വളരെ പ്രധാനപ്പെട്ടാണെന്നും മികച്ച നിലവാരം കൊടുക്കുന്നതാണെന്നും ഉള്ളൊരു റേറ്റിംഗ് എല്ലാ ആഴ്ചയും അതൊരു വാക്കാലുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ വിലയിരുത്തൽ നടത്തിയുള്ളൊരു വീഡിയോയ്ക്കിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ കൃത്യമായ റേറ്റിംഗ് എല്ലാ ആഴ്ചയും വിദ്യാഭ്യാസത്തിലുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ
ചാനൽ അല്ലെങ്കിൽ അധ്യാപകൻ ചാനൽ എന്ന് വരുന്ന എല്ലാ ചാനലുകളെയും അതിപ്പോൾ ബാങ്ക് കോച്ചിങ്ങുള്ള ചാനലാണ് ബാങ്ക് കോച്ചിങ്, സ്കൂൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസങ്ങൾ, സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇവയെല്ലാം കൃത്യമായ തരംതിരിച്ചുകൊണ്ട് ഇവയെ ഓരോന്നിൻ്റെയും നിലവാരം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു എല്ലാ ആഴ്ചയും നടത്തുന്നൊരു റിവ്യൂ, ഇത്തരമൊരു വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ വിലയിരുത്തൽ എല്ലാ ആഴ്ചയും നടന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാകാൻ കഴിയും. കാരണം റേറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ വിദഗ്ധർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഇതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജനങ്ങൾ കുറേ കൂടി ജാഗരൂകരാകും. രണ്ടാമത്തെ കാര്യം, കുറേ കൂടി ഉത്തരവാദിത്തമുള്ള മത്സരക്ഷമതയുള്ള ഒരു സംവിധാനം ഉയർന്നു വരും. നിങ്ങളെ എല്ലാ ആഴ്ചയും നിങ്ങളെ വിലയിരുത്തൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്താനും അല്ലെ പുഴുക്കുത്തുകളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി മാറും. അതൊരു ഗുണപരമായ സമ്മർദ്ദം അത് സമൂഹത്തിൽ ചെലുത്തും. രണ്ടാമത്തേതാണ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം. പലപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതേ രീതിയിലേക്ക് പരീക്ഷ നടത്തിപ്പുകൾ പോകേണ്ടതില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ, ബീഹാറിലും വ്യാപം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നടക്കുമ്പോഴും കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോലീസുകാരനാവാനും മാധ്യമപ്രവർത്തനാകാനും അധ്യാപകനാവാനും SFIയിൽ ചേർന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ PSC പരീക്ഷകൾ പോയത് നമ്മൾ കണ്ടിരുന്നു. ഇത് എല്ലാ പരീക്ഷകളിലും സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് ചോർന്ന ചോദ്യപേപ്പറുകൾ തെളിയിക്കുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും കുറേ കൂടിയില്ല, പൂർണ്ണമായും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അതേ നിലയിലേക്ക് വരണം. പൂർണ്ണമായും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തയ്യാറാക്കുന്നതിൻ്റെ കുറച്ച് ആഴ്ചകൾക്കോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ പൊതുജനങ്ങളെ അറിയിക്കുന്നു. അവർ പൂർണ്ണമായും ഒരു പോലീസ് സംവിധാനത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കണം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് CCTV ക്യാമറയുള്ള റൂമിൽ വെച്ചായിരിക്കണം. അവരുടെ പേഴ്സണൽ ഫോൺ കോളുകൾ പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കണം. ഇത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ISRO അടക്കമുള്ള സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ സങ്കേതങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ, പോലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, അവർ എല്ലാ കാലത്തും അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ അവർ എല്ലാ കാലത്തും സമൂഹത്തിൽപ്പെടുന്ന ഉത്തരവാദിത്തമാണ്. അത്തരം ഉത്തരവാദിത്തം തന്നെയാണ് ഈ ഒരു മാസക്കാലത്തേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ ചോരാതിരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആളുകൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരുടെ പേഴ്സണൽ ഫോൺ നമ്പറുകൾ അടക്കമുള്ളവർ അപ്പോൾ നമുക്ക് പോലീസ് നിരീക്ഷിക്കാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ അരാഷ്ട്രീയവൽക്കരണം ഉണ്ടാവണം. അത് സംഭവിക്കേണ്ട സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഇത്തരം സാധ്യതകളിലേക്ക് നമ്മൾ കടക്കേണ്ടിരിക്കുന്നു. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഓപ്പൺ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ OS ഒക്കെ പറഞ്ഞതുപോലെ അത് വലിയ സാധ്യത തന്നെയാണ്, അത് വലിയ അവസരം തന്നെയാണ്. സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കൊണ്ടോ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്കൂളുകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഞങ്ങൾക്ക് വേണം, പക്ഷേ ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ കഴിയുന്നില്ല എന്ന് കരുതുന്ന ആളുകൾക്ക്, അത് വിഷമിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള അവസരവും അല്ലെങ്കിൽ സാമ്പത്തിക ചെലവില്ലാതെ തന്നെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന അവസരം കൂടിയാണ്. പലതുകൊണ്ടും അല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയ രീതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താനുള്ള നിർബന്ധം ഇതിലൂടെ പൊതു സംവിധാനങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ ചാനലുകൾ ഓരോ പ്രദേശത്തേക്കും, ഉള്ളോട്ടുള്ള പ്രദേശത്തേക്കടക്കം കൃത്യസമയത്ത് എത്തേണ്ട ഒരു ഉത്തരവാദിത്വം അത് പൊതു സംവിധാനത്തിലാണ്. അതോടൊപ്പമാണ് ഈ എത്താത്ത ഇടങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മാറി നിൽക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നവ പ്രധാനപ്പെട്ടതാണ്.
നമ്മൾ ട്രൈബൽ എക്കണോമിക്സ്, ട്രൈബൽ എഡ്യൂക്കേഷൻ എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്നു. അതിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും എത്തേണ്ടത്. ഇപ്പോൾ ഏകലവ്യ സ്കൂളുകളിൽ നിന്ന് വലിയ ആശയമായി കൊണ്ടുവന്ന ഏകലവ്യ സ്കൂളുകളിൽ നിന്ന് ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടേക്ക് ചേരാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതും അവിടെ നിന്നും അവർ പഠിച്ചിറങ്ങുന്നു എന്നുള്ളതും അല്ലെങ്കിൽ പഠിപ്പ് പൂർത്തിയാക്കി ഇറങ്ങുന്നു എന്നുള്ളതടക്കമുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ട്രൈബൽ എഡ്യൂക്കേഷനിലേക്ക് എത്തേണ്ടത്. എങ്ങനെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പട്ടികവർഗ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും, അതിലൂടെ എങ്ങനെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് മറ്റൊരു ഗുണപരമായ മാറ്റപ്പെടുണ്ടാക്കുന്നു. ഇത് വലിയൊരു മത്സരക്ഷമതയുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉണ്ടാക്കുന്നു. യൂട്യൂബ് ചാനലുകളോടുകൂടി മത്സരിക്കേണ്ട ഒരു സാധ്യത ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പല സ്ഥാപനങ്ങളും, പല കടകളും, ചെറുകിട വ്യവസായികളും ചെറുകിട മോളുകളുമൊക്കെ വലിയ രീതിയിലുള്ള വിലക്കുറവ് നൽകുന്നതിന് പിന്നിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ച സമ്മർദ്ദമാണ്. അത് വലിയ സ്ഥാപനങ്ങൾ പോലും നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിയതോടെ എല്ലാ കാലത്തും നമുക്ക് ഇത്തരം രീതിയിൽ നമുക്ക് പോകാൻ കഴിയില്ല, വില കൂട്ടി പോകാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ 2000 രൂപയും റിട്ടേൺ എന്നുള്ള ഓപ്ഷനും ഇല്ല, 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വരണം, അത്ര സെലക്ഷനുമില്ല എന്ന് പറയുമ്പോൾ 1500 രൂപയ്ക്ക് റിട്ടേൺ ഓപ്ഷനോടുകൂടി 5-6 ആളുകൾക്ക് വാങ്ങാൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ കടകൾ മുതൽ വലിയ ബ്രാൻഡുകൾ വരെ വലിയ വിലക്കുറവിന് നിർബന്ധരാകുന്നത് അതിൻ്റെ നിലവാരം കുറച്ചുകൊണ്ടല്ല എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇതൊരു ഗുണപരമായ മാറ്റം തന്നെ. ഇത്തരമൊരു മാറ്റം മുഴുവൻ വിദ്യാഭ്യാസ മേഖലയും സൃഷ്ടിക്കും. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലടക്കം ഒരു മത്സരക്ഷമത ഉണ്ടാക്കും. യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുക്കുന്നവരുമായിട്ട് തങ്ങൾ താരതമ്യം ചെയ്യപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലവാരം ഉയർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഈ വിദ്യാഭ്യാസ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല അടക്കമുള്ളവർ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും മത്സരക്ഷമത അത് ഉണ്ടാക്കും. ഇത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് അധ്യാപക സമൂഹത്തിൻ്റെ സാഹചര്യം. ജോലി സമ്മർദ്ദം ആദ്യത്തേത്, പ്രത്യേകിച്ചും സ്വകാര്യ സ്കൂളുകൾ. വലിയ നിറപ്പകിട്ടുള്ള ഇത്തരം വിദ്യാലയങ്ങളിൽ അധ്യാപക സമൂഹം അനുഭവിക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വലുതാണ്. CSIRൻ്റെയും UGC നെറ്റിൻ്റെയും ഒക്കെ പുതിയ നിബന്ധനകൾ, അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, എങ്ങനെ അധ്യാപനം എന്നുള്ളത് ഏറ്റവും സമ്മർദ്ദമേറിയ തൊഴിൽ മേഖലയായി മാറിയെന്നും അവിടെ അധ്യാപനം ഒഴിച്ചുള്ള അല്ലാത്ത എല്ലാം നടക്കുന്നുണ്ടെന്നും നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. അപ്പോൾ അധ്യാപന മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ ചെന്നെത്തേണ്ടത് ജോലി സമ്മർദ്ദത്തിൻ്റെ കൂടി ഭാഗമായിട്ട് മാറുന്നു. അത് കേരളത്തിലും അത് സ്വകാര്യ സ്കൂൾ മേഖലയിൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മത്സരക്ഷമത ഉണ്ടാകുമ്പോൾ ഓൺലൈൻ ഓപ്ഷനുകൾ, ഓൺലൈൻ ടീച്ചിങ് ഓപ്ഷനുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. കാരണം ഏറ്റവും ഒരു ഔദ്യോഗിക തലത്തിൽ യൂട്യൂബ് ചാനലുകൾ വരുന്നുള്ളൂ. ശമ്പളം ഉയർത്താനും ജോലി സമ്മർദ്ദം കുറയ്ക്കാനുമുള്ള ഇടപെടലുകളിലേക്ക് ഇത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കും. അതോടൊപ്പം തന്നെ അധ്യാപന മേഖലയിൽ കടന്നെത്താനുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഓരോ പരീക്ഷകൾക്കുമുള്ള പ്രത്യേകം നിബന്ധനകൾ. വ്യക്തിപരമായി ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്, കേട്ടറ്റായാലും സെറ്റായാലും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ സ്വകാര്യ വിദ്യാഭ്യാസ സംസ്കാരമുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സംസ്കാരത്തിന് ഇത് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ജോലി സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, ജോലി സ്ഥലത്തെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ടതാണ്, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അവകാശ കൊടുക്കുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു പൊതുതലത്തിൽ കുറഞ്ഞ ചെലവിൽ മികച്ച വിദ്യാഭ്യാസം
നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ്. വലിയ അവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു, വലിയ ഇതിലുള്ള മത്സരക്ഷമത ഉയർത്തുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരമൊരു റേറ്റിംഗ് സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു റേറ്റിംഗ് സംവിധാനം ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ധാരണയൊക്കെ നമ്മൾ തന്നെ തിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇൻ്റർനെറ്റ് വഴിയുള്ള ഒരു 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 ലോകത്ത്, അല്ലെങ്കിൽ വെർച്വൽ ലോകത്ത് റേറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആളുകൾ ഏറ്റവും കൂടുതൽ കാണുകയും അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്ന റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ വിദഗ്ധരടങ്ങുന്ന ഒരു സമിതി കൃത്യമായ റേറ്റിംഗ് അതിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ ഭീഷണി ഒഴിച്ചു നിർത്തിയാൽ, അത്തരം സുരക്ഷാ ഭീഷണിയുള്ള അല്ലെങ്കിൽ ഇതിലൂടെ മതതീവ്രവാദമൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങളെ സുരക്ഷാ സംവിധാനങ്ങളുമായി സുരക്ഷാ സംവിധാനങ്ങളെ അറിയിക്കുക എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു രീതിയിലുള്ള സെൻസറിങ് ഇവിടെ നടത്തേണ്ടതില്ല എന്നുള്ള അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ നിലവാരം കുറവാണെന്ന് എല്ലാ ആഴ്ചയും ഒന്നും പറയേണ്ട സാഹചര്യമേ ഇല്ല. ഒരു സംവിധാനത്തിൻ്റെ ഒരു ഒരു സമാന്തര പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മികവിനെ തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിലയിരുത്തലനുസരിച്ച് നിങ്ങൾക്കത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ പൊതുജനങ്ങളുടെ വിവേകത്തിനത് വിടുകയാണ്. എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ നൽകുകയാണ്. നിങ്ങൾ നിലവാരം ഉയർത്തിയില്ലെങ്കിൽ നിങ്ങളെ തള്ളാൻ പോകുന്നത് വിദ്യാഭ്യാസ വിദഗ്ധരോ ഭരണകൂടമോ അല്ല, പൊതുജനങ്ങളാണ്. കാരണം നിങ്ങൾ ഇതാണ് എന്ന് ഞങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നു. അത് വാക്കാൽ എഴുതി അറിയിക്കുകയോ വിശദീകരണം നടത്തുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങൾ വിലയിരുത്തുകയാണ്. തീർച്ചയായും ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പൊതു സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വിശ്വാസ്യത ചോർന്നു പോയതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സംഭവിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരികമായ മൂല്യച്യുതിയുടെ പ്രധാനപ്പെട്ട കാര്യം. പൊതു സംവിധാനങ്ങളുടെ മൂല്യച്യുതി തിരിച്ചു പിടിക്കാനും സമാന്തര സംവിധാനങ്ങളെ ഒരു പോലീസ് സ്റ്റേറ്റ് അല്ലാതെ തന്നെ അവയുടെ നിരീക്ഷകരായി അവയെ ജാഗരൂകരായി വിലയിരുത്തുന്ന ഒരു സംവിധാനമായി ഒരു പൊതു സംവിധാനം ഉണ്ടാവേണ്ടതിന് ആവശ്യകതയിലേക്കാണ് വിരലിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അവസ്ഥകളിലൂടെയാണ്, അല്ലെങ്കിൽ അവസ്ഥാന്തരങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. നമ്മളിത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിതിന് മാറ്റങ്ങൾക്ക് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനം സാങ്കേതിക വിദ്യയുമായി ചേർന്നുകൊണ്ട് പോകുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുടിയേറ്റാനന്തര ലോകം, ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, ജനസംഖ്യ നിയന്ത്രണം, ജനസംഖ്യ വർധന, ജനസാന്ദ്രത, ആഭ്യന്തര കുടിയേറ്റം, ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യത്തിൽ വിഭവങ്ങളെ, സംവിധാനങ്ങളെ എങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാമെന്നും ജനങ്ങളിലേക്ക് എന്നുള്ളതിനുള്ള ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് ഇപ്പോൾ ഉള്ള വെല്ലുവിളി യൂട്യൂബ് ചാനലുകളിൽ വഴി ചോദ്യപേപ്പറുകൾ ചോർത്തുന്ന ഈ അവസ്ഥ നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ എന്ന് പറയുന്ന കേരളത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന തന്നെയാണ് ഇതിനെ പറ്റില്ലെന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം നവീകരിക്കാനുള്ള മനസ്സുമായി പൊതുസമൂഹം നിന്ന് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെയും താണ്ടിപ്പോകും.